നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറണ്ട് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി കേരളം സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പിക്കായ യാത്രാ വിവരണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഹെർബേറിയം എന്ന യാത്രാ വിവരണം രചിച്ചത് ആശാ മേനോൻ. ഹെർബേറിയം എന്ന യാത്രാ വിവരണം രചിച്ചത് ആശാ മേനോൻ. ഒരു ആഫ്രിക്കൻ യാത്ര രചിച്ചത് സക്കറിയ. ഒരു ആഫ്രിക്കൻ യാത്ര രചിച്ചത് സക്കറിയ. ഹൈമവധഭൂവിയിൽ എന്ന കൃതി രചിച്ചത് MP വീരേന്ദ്രകുമാർ. ഹൈമവധഭൂവിൽ എന്ന കൃതി രചിച്ചത് MP വീരേന്ദ്രകുമാർ. പല ലോകം പല കാലം എന്ന യാത്രാ വിവരണ കൃതി രചിച്ചത് K സച്ചിദാനന്ദൻ. പല ലോകം പല കാലം എന്ന യാത്രാ വിവരണ കൃതി രചിച്ചത് K സച്ചിദാനന്ദൻ. പുരി മുതൽ നാസിക് വരെ എന്ന യാത്രാ വിവരണം രചിച്ചത് വെട്ടൂർ രാമൻ നായർ. പുരി മുതൽ നാസിക് വരെ എന്ന യാത്രാ വിവരണം രചിച്ചത് വെട്ടൂർ രാമൻ നായർ. ബാൾട്ടിക് ഡയറി രചിച്ചത് സന്തോഷ് ജോർജ് കുളങ്ങര. ബാൾട്ടിക് ഡയറി രചിച്ചത് സന്തോഷ് ജോർജ് കുളങ്ങര. അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള യാത്രാ വിവരണമാണ് ഊർഷ്ലേം യാത്രാ വിവരണം. അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള യാത്രാ വിവരണമാണ് ഊർഷ്ലേം യാത്രാ വിവരണം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം രചിച്ചത് പാറമാക്കൽ തോമാ കത്തനാർ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം രചിച്ചത് പാറമാക്കൽ തോമാ കത്തനാർ. മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന കൃതി രചിച്ചത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന കൃതി രചിച്ചതാരെ? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അമേരിക്ക ബഹുത് അച്ഛാ ഹേ എന്ന യാത്രാ വിവരണം രചിച്ചത് വേളൂർ കൃഷ്ണൻകുട്ടി. അമേരിക്ക ബഹുത് അച്ഛാ ഹേ എന്ന യാത്രാ വിവരണം രചിച്ചത് വേളൂർ കൃഷ്ണൻകുട്ടി. ഇന്തോനേഷ്യൻ ഡയറി രചിച്ചത് SK പൊറ്റക്കാട്. ഇന്തോനേഷ്യൻ ഡയറി രചിച്ചത് SK പൊറ്റക്കാട്. വയലാർ രാമവർമ്മ രചിച്ച പുരുഷാന്തരങ്ങളിലൂടെ ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? യാത്രാ വിവരണം. വയലാർ രാമവർമ്മ രചിച്ച പുരുഷാന്തരങ്ങളിലൂടെ എന്നത് യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുന്നു. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന കൃതി രചിച്ചത് രാജൻ കാക്കനാടൻ. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന കൃതി രചിച്ചത് രാജൻ കാക്കനാടൻ. ആമസോണും കുറെ വ്യാകുലതകളും രചിച്ചത് MP വീരേന്ദ്രകുമാർ. ആമസോണും കുറെ വ്യാകുലതകളും രചിച്ചത് MP വീരേന്ദ്രകുമാർ. യാതായാതം എന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചത് വിഷ്ണുനാരായണൻ നമ്പൂതിരി. യാതായാതം എന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചത് വിഷ്ണുനാരായണൻ നമ്പൂതിരി. ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര രചിച്ചത് ബൈജു N നായർ. ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര രചിച്ചത് ബൈജു N നായർ. ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര രചിച്ചത് ബൈജു N നായർ. ഒരു ഹിമാലയ യാത്ര രചിച്ചത് K മാധവനാർ. ഒരു ഹിമാലയ യാത്ര രചിച്ചത് K മാധവനാർ. കാടുകളുടെ താളം തേടി എന്ന യാത്രാ വിവരണം രചിച്ചത് P സുജാത. കാടുകളുടെ താളം തേടി എന്ന യാത്രാ വിവരണം രചിച്ചത് B സുജാത. കുടജാദ്രിയുടെ സംഗീതം എന്ന യാത്രാ വിവരണം രചിച്ചത് കാക്കനാടൻ. കുടജാദ്രിയുടെ സംഗീതം എന്ന യാത്രാ വിവരണം രചിച്ചത് കാക്കനാടൻ. ലോകത്തിന്റെ മുകൾ തട്ടിലൂടെ എന്ന യാത്രാ വിവരണം രചിച്ചത് KV സുരേന്ദ്രനാഥ്. ലോകത്തിന്റെ മുകൾ തട്ടിലൂടെ എന്ന യാത്രാ വിവരണം രചിച്ചത് KV സുരേന്ദ്രനാഥ്. പല ലോകം പല കാലം എന്ന കൃതി രചിച്ചത് P സച്ചിദാനന്ദൻ.
പല ലോകം പല കാലം എന്ന കൃതി രചിച്ചത് പി സച്ചിദാനന്ദൻ. ദൈവം ഒളിവിൽ പോയ നാളുകൾ രചിച്ചത് വിധു വിൻസെന്റ്. ദൈവം ഒളിവിൽ പോയ നാളുകൾ രചിച്ചത് വിധു വിൻസെന്റ്. അടരുന്ന കക്കകൾ എന്ന കൃതി രചിച്ചത് ആശാ മേനോൻ. അടരുന്ന കക്കകൾ എന്ന കൃതി രചിച്ചത് ആശാ മേനോൻ. അമേരിക്കയിൽ ഒരു മലയാളി പെണ്ണ് എന്ന യാത്രാ വിവരണം രചിച്ചത് റോസി തോമസ്. അമേരിക്കയിൽ ഒരു മലയാളി പെണ്ണ് എന്ന യാത്രാ വിവരണം രചിച്ചത് റോസി തോമസ്. മദിരാശി യാത്ര എന്ന യാത്രാ വിവരണം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മദിരാശി യാത്ര എന്ന യാത്രാ വിവരണം രചിച്ചതാരെ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. KV തിക്കുറിശ്ശി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് കൃഷ്ണവർമ്മൻ നായർ. KV തിക്കുറിശ്ശി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് കൃഷ്ണവർമ്മൻ നായർ. നേത്രരോഗി എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയിരുന്നത് EV കൃഷ്ണപിള്ള. നേത്രരോഗി എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയിരുന്നതാരെ? EV കൃഷ്ണപിള്ള. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈലോപ്പിള്ളി. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈലോപ്പിള്ളി. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് R പരമേശ്വര മേനോൻ. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് R പരമേശ്വര മേനോൻ. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം ഉറൂബ്. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം ഉറൂബ്. ശ്രീകുമാർ എന്ന തൂലികാനാമത്തിൽ സാഹിത്യ ജീവിതം ആരംഭിച്ച കവയിത്രി സുഗതകുമാരി. ശ്രീകുമാർ എന്ന തൂലികാനാമത്തിൽ സാഹിത്യ ജീവിതം ആരംഭിച്ച കവയിത്രി സുഗതകുമാരി. കുട്ടിക്കുഞ്ഞു തങ്കച്ചിയുടെ യഥാർത്ഥ പേര് ലക്ഷ്മിക്കുട്ടി. കുട്ടിക്കുഞ്ഞു തങ്കച്ചിയുടെ യഥാർത്ഥ പേര് ലക്ഷ്മിക്കുട്ടി. കുഞ്ഞുണ്ണി എന്ന തൂലികാനാമത്തിൽ എഴുതിയത് അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ. കുഞ്ഞുണ്ണി എന്ന തൂലികാനാമത്തിൽ എഴുതിയത് അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ. ബാറ്റൺ ബോസ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് KM ചാക്കോ. ബാറ്റൺ ബോസ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് KM ചാക്കോ. വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സല. വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സല. കപിലൻ എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ സാഹിത്യകാരൻ K പത്മനാഭൻ നായർ. കപിലൻ എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ സാഹിത്യകാരൻ K പത്മനാഭൻ നായർ. CJ മണ്ണുമൂട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് KC ജോസഫ്. CJ മണ്ണുമൂട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് KC ജോസഫ്. അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് അയ്യപ്പൻ പിള്ള. അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് അയ്യപ്പൻ പിള്ള. മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ യഥാർത്ഥ പേര് P ശങ്കരൻ നമ്പൂതിരി. മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ യഥാർത്ഥ പേര് P ശങ്കരൻ നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് KM വാസുദേവൻ നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് KM വാസുദേവൻ നമ്പൂതിരി. ആരുടെ തൂലികാനാമമാണ് കോഴിക്കോടൻ? K അപ്പുക്കുട്ടൻ നായർ. K അപ്പുക്കുട്ടൻ നായരുടെ തൂലികാനാമമാണ് കോഴിക്കോടൻ. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാർ. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാർ. MRKC എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ. MRKC എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ. MK മേനോന്റെ തൂലികാനാമം വിലാസിനി. MK മേനോന്റെ തൂലികാനാമം വിലാസിനി. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. വീരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് PK വീരരാഘവൻ നായർ. വീരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് PK വീരരാഘവൻ നായർ. സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് M വാസുദേവൻ നായർ.
സിനിക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എം വാസുദേവൻ നായർ. സുമംഗല എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരി ലീല നമ്പൂതിരിപ്പാട്. സുമംഗല എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരി ലീല നമ്പൂതിരിപ്പാട്. സുരാസു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് ബാലഗോപാലക്കുറുപ്പ്. സുരാസു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് ബാലഗോപാലക്കുറുപ്പ്. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എം രാമുണ്ണി നായർ. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എം രാമുണ്ണി നായർ. ചെറുകാട് ആരുടെ തൂലികാ നാമമാണ്? സി ഗോവിന്ദ പിഷാരടി. സി ഗോവിന്ദ പിഷാരടിയുടെ തൂലികാ നാമമാണ് ചെറുകാട്. തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് പി കുഞ്ഞിനന്ദൻ നായർ. തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് പി കുഞ്ഞനന്ദൻ നായർ. തുളസീവനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് ആർ രാമചന്ദ്രൻ നായർ. തുളസീവനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് ആർ രാമചന്ദ്രൻ നായർ. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ യു എ ഖാദർ. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ യു എ ഖാദർ. അയ്യനേത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എ പി പത്രോസ്. അയ്യനേത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എ പി പത്രോസ്. നന്ദനാരുടെ യഥാർത്ഥ പേര് പി സി ഗോപാലൻ. നന്ദനാരുടെ യഥാർത്ഥ പേര് പി സി ഗോപാലൻ. മാലി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് മാധവൻ നായർ. മാലി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് മാധവൻ നായർ. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. നിരണം കവികൾ എന്നറിയപ്പെട്ടത് മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപണിക്കർ. നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാം? മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപണിക്കർ. പ്രഭ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് വൈക്കം മുഹമ്മദ് ബഷീർ. പ്രഭ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് വൈക്കം മുഹമ്മദ് ബഷീർ. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്നറിയപ്പെട്ടത് ഒ എൻ വി കുറുപ്പ്. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്നറിയപ്പെട്ടത് ഒ എൻ വി കുറുപ്പ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ. മലയാള കവിതയിലെ സംക്രമ പുരുഷൻ എന്നറിയപ്പെടുന്നത് വയലോപ്പള്ളി ശ്രീധരമേനോൻ. മലയാള കവിതയിലെ സംക്രമ പുരുഷൻ എന്നറിയപ്പെടുന്നത് വയലോപ്പള്ളി ശ്രീധരമേനോൻ. എൻ കെ ദേശം ആരുടെ തൂലികാ നാമമാണ്? എൻ കുട്ടിക്കൃഷ്ണപിള്ള. എൻ കെ ദേശം എൻ കുട്ടിക്കൃഷ്ണപിള്ളയുടെ തൂലികാ നാമമാണ്. ഓംചേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എൻ നാരായണപിള്ള. ഓംചേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എൻ നാരായണപിള്ള. വിദൂഷകൻ എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വിദൂഷകൻ എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കാക്കനാടന്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ്. കാക്കനാടന്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ്. കണ്ടപ്പൻ എന്ന തൂലികാ നാമത്തിൽ ആദ്യകാല രചനകൾ നടത്തിയത് കാരൂർ നീലകണ്ഠപിള്ള. കണ്ടപ്പൻ എന്ന തൂലികാ നാമത്തിൽ ആദ്യകാല രചനകൾ നടത്തിയിരുന്നത് കാരൂർ നീലകണ്ഠപിള്ള. കെ പാനൂർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് കെ കുഞ്ഞിരാമൻ. കെ പാനൂർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് കെ കുഞ്ഞിരാമൻ. കെ സരള എന്ന പേരിൽ എം ടി വാസുദേവൻ നായർ കുട്ടികൾക്കായി നടത്തിയ രചനയാണ് മാണിക്കക്കല്ല്. കെ സരള എന്ന പേരിൽ എം ടി വാസുദേവൻ നായർ കുട്ടികൾക്കായി നടത്തിയ രചനയാണ് മാണിക്കക്കല്ല്. മലയാളത്തിന്റെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള. മലയാളത്തിന്റെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള. മാപ്പിളപ്പാട്ടിന്റെ കളിത്തോഴൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ. മാപ്പിളപ്പാട്ടിന്റെ കളിത്തോഴൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയക്കോയി തമ്പുരാൻ. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയക്കോയി തമ്പുരാൻ. ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെട്ട മലയാള കവി ഉള്ളൂർ. ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെട്ട മലയാള കവി ഉള്ളൂർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ.
കോവളം കവികൾ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ളി ആശാനും അയനപ്പിള്ളി ആശാനും. കോവളം കവികൾ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ളി ആശാനും അയനപ്പിള്ളി ആശാനും. ത്രിലോക സഞ്ചാരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് EV കൃഷ്ണപിള്ള. ത്രിലോക സഞ്ചാരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് EV കൃഷ്ണപിള്ള. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. വാദ്യാർ കഥാകൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കാരൂർ നീലകണ്ഠപിള്ള. വാദ്യാർ കഥാകൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കാരൂർ നീലകണ്ഠപിള്ള. വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാർ. വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാർ. വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് CV രാമൻപിള്ളയെ വിശേഷിപ്പിച്ചത് കുമാരനാശാൻ. വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് CV രാമൻപിള്ളയെ വിശേഷിപ്പിച്ചത് കുമാരനാശാൻ. ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെട്ടത് മച്ചാട്ടിളയത്. ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെട്ടത് മച്ചാട്ടിളയത്. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെട്ടത് PK നാരായണപിള്ള. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെട്ടത് PK നാരായണപിള്ള. സൂര്യകാന്തിയുടെ കവി എന്നറിയപ്പെട്ടത് G ശങ്കരക്കുറുപ്പ്. സൂര്യകാന്തിയുടെ കവി എന്നറിയപ്പെട്ടത് G ശങ്കരക്കുറുപ്പ്. റൊമാന്റിസത്തിന്റെ അന്ത്യയാമത്തിൽ പിറന്ന കവി എന്നറിയപ്പെട്ടത് വയലോപ്പിള്ളി ശ്രീധരമേനോൻ. റൊമാന്റിസത്തിന്റെ അന്ത്യയാമത്തിൽ പിറന്ന കവി എന്നറിയപ്പെട്ടത് വയലോപ്പിള്ളി ശ്രീധരമേനോൻ. കേരള ശ്രീഹരി എന്നറിയപ്പെടുന്ന കവി ഉള്ളൂർ. കേരള ശ്രീഹരി എന്നറിയപ്പെടുന്ന കവി ഉള്ളൂർ. നിരണം കവികളുടെ മറ്റൊരു പേര് കണ്ണശ പണിക്കർമാർ. നിരണം കവികളുടെ മറ്റൊരു പേരാണ് കണ്ണശ പണിക്കർമാർ. നിരണം കവികൾ മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപണിക്കർ. അവരുടെ മറ്റൊരു പേരാണ് കണ്ണശ പണിക്കർമാർ. മരണത്തെ ഉപാസിച്ച കഥാകാരി രാജലക്ഷ്മി. മരണത്തെ ഉപാസിച്ച കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി. മലയാള ചെറുകഥയിലെ കാലഭൈരവൻ എന്നറിയപ്പെടുന്നത് T പത്മനാഭൻ. മലയാള ചെറുകഥയിലെ കാലഭൈരവൻ എന്നറിയപ്പെടുന്നത് T പത്മനാഭൻ. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന വിശേഷണം ചങ്ങമ്പുഴയ്ക്ക് നൽകിയത് ഡോക്ടർ M ലീലാവതി. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന വിശേഷണം ചങ്ങമ്പുഴയ്ക്ക് നൽകിയത് ഡോക്ടർ M ലീലാവതി. ഏകാന്തവേദിയിലെ അവധൂതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ഏകാന്തവേദിയിലെ അവധൂതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. കേരളത്തിന്റെ പൂങ്കുയിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി വള്ളത്തോൾ. കേരളത്തിന്റെ പൂങ്കുയിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി വള്ളത്തോൾ. പണ്ഡിതനായ കവി ഉള്ളൂർ. പണ്ഡിതനായ കവി ഉള്ളൂർ. ഫലിത സാമ്രാട്ട് എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാർ. ഫലിത സാമ്രാട്ട് എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിലെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ. മലയാളത്തിലെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ. ഇടമറുക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് AP പത്രോസ്. ഇടമറുക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് AP പത്രോസ്. വാത്സല്യത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ. വാത്സല്യത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ. കൃഷ്ണബിംബങ്ങളുടെ കവയിത്രി എന്നറിയപ്പെട്ട സാഹിത്യകാരി സുഗതകുമാരി. കൃഷ്ണബിംബങ്ങളുടെ കവയിത്രി എന്നറിയപ്പെട്ട സാഹിത്യകാരി സുഗതകുമാരി. ഗീതകങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് MP അപ്പൻ. ഗീതകങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് MP അപ്പൻ. ബെന്നി ഡാനിയൽ ഏത് പേരിലാണ് മലയാള സാഹിത്യ രംഗത്ത് പ്രശസ്തൻ? ബെന്യാമിൻ. ബെന്നി ഡാനിയൽ ബെന്യാമിൻ എന്ന പേരിലാണ് മലയാള സാഹിത്യ രംഗത്ത് പ്രശസ്തൻ. അടുത്തത് നമുക്ക് കവികളും അപരനാമങ്ങളെയും കുറിച്ച് നോക്കാം. ഋതുക്കളുടെ കവി ചെറുശ്ശേരി. ഋതുക്കളുടെ കവി ചെറുശ്ശേരി. വിഷാദത്തിന്റെ കവയത്രി സുഗതകുമാരി. വിഷാദത്തിന്റെ കവയത്രി സുഗതകുമാരി. വിഷാദത്തിന്റെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള. വിഷാദത്തിന്റെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള. വിഷാദത്തിന്റെ കഥാകാരി രാജലക്ഷ്മി. വിഷാദത്തിന്റെ കഥാകാരി രാജലക്ഷ്മി. കവയത്രി സുഗതകുമാരി, കവി ഇടപ്പള്ളി രാഘവൻ പിള്ള, വിഷാദത്തിന്റെ കഥാകാരി രാജലക്ഷ്മി. സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവി സുഗതകുമാരി. സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവി സുഗതകുമാരി. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ.
നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗായകൻ വള്ളത്തോൾ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗായകൻ വള്ളത്തോൾ. ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മലയാളത്തിലെ പ്രകൃതിയുടെ കവി ഇടശ്ശേരി. മലയാളത്തിലെ പ്രകൃതിയുടെ കവി ഇടശ്ശേരി. ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണ മേനോൻ. ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണ മേനോൻ. കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ. കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ. സരസദ്രുത കവി കിരീടമണി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. സരസദ്രുത കവി കിരീടമണി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. സരസഗായക കവിമണി കെ സി കേശവപിള്ള. സരസഗായക കവിമണി കെ സി കേശവപിള്ള. വെൺമണി പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശി വള്ളത്തോൾ നാരായണ മേനോൻ. വെൺമണി പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശി വള്ളത്തോൾ നാരായണ മേനോൻ. ഉജ്ജ്വല ശബ്ദാണ്ഡ്യൻ ഉള്ളൂർ. ഉജ്ജ്വല ശബ്ദാണ്ഡ്യൻ ഉള്ളൂർ. എല്ലുറപ്പുള്ള കവിതകളുടെ കവി വയലോപ്പള്ളി ശ്രീധര മേനോൻ. എല്ലുറപ്പുള്ള കവിതകളുടെ കവി വയലോപ്പള്ളി ശ്രീധര മേനോൻ. മലയാളത്തിലെ ദാർശനിക കവി ജി ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ ദാർശനിക കവി ജി ശങ്കരക്കുറുപ്പ്. ആധുനിക മലയാള കവിതയുടെ വക്താവ് അയ്യപ്പ പണിക്കർ. ആധുനിക മലയാള കവിതയുടെ വക്താവ് അയ്യപ്പ പണിക്കർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.